ഈ വർഷത്തെ ആദ്യത്തെ മൂവി കാണാൻ പോകുന്നു, ടൊവിനോയുടെ ഐഡൻറ്റിറ്റി. കണ്ടിറങ്ങിയാണ് സേഫ് മാളിൽ. ഈ പടം ഒരു ഇൻട്രോയിൽ വരെ കുറച്ച് ക്രീപ്പിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. എന്താണ് നെക്സ്റ്റ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. ഒരു ടൊവിനോയുടെ ക്യാരക്ടർ ആണെങ്കിലും പക്ക ആ ക്യാരക്ടർ എങ്ങനെയാണോ അതിനനുസരിച്ച് പെർഫോമൻസ് വൈസ് ടൊവിനോ നന്നായിട്ടുണ്ട്. തൃഷയുടെ ക്യാരക്ടർ എനിക്കൊന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തൃഷ മലയാളത്തിലേക്ക് വന്ന് ചെയ്യേണ്ട കാര്യമില്ലാന്ന് തോന്നി. മലയാളത്തിലുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ മതി. ടോട്ടലി പറയുകയാണെങ്കിൽ എനിക്കൊരു ഇൻട്രോലിന് ശേഷമൊക്കെ ക്രൈം റിവീൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ ക്ലീഷേ സംഭവങ്ങൾ പോലെ തോന്നി. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ റെഫറൻസ് എടുത്തിട്ടുണ്ട് റൈറ്റേഴ്സ്. ഇതിൻ്റെ അഖിൽ പോൾ, അനസ് ഖാൻ 2 പേരാണ് റൈറ്റർ ആൻഡ് ഡയറക്ടർ. അവർ നല്ല റെഫറൻസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് പുതിയ കാര്യങ്ങൾ അവരുടെ ലാസ്റ്റുള്ള സ്ക്രിപ്റ്റിലും ഫോറൻസിക്കിലാണെങ്കിലും പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കൊന്ന് മലയാളികൾക്ക് അത് ഭയങ്കര സംഭവമായിട്ട് തോന്നും. പുതിയ കാര്യങ്ങൾ നമുക്ക് അറിവ് കിട്ടിയെന്നൊക്കെ. എനിക്കിതിൻ്റെ ബി ജി എം ജേക്സ് ബിജോയുടെ ഇടയ്ക്ക് നമുക്ക് നമ്മൾ ശ്രദ്ധ ബി ജി എമ്മിലേക്ക് പോവില്ല. നമ്മൾ പടത്തിൽ പിടിച്ചിരുത്തുന്നുണ്ട്. ആക്ഷൻ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് തോന്നി. സ്ക്രിപ്റ്റിൽ പണിയെടുത്ത് പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ എത്താത്ത പോലെ തോന്നി. ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ ത്രില്ലർ മൂഡിലുള്ള പടങ്ങൾ തിയേറ്ററിൽ ഇരുന്നിട്ട് നെക്സ്റ്റ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ച് പടം കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാണാം.